ജീവിതത്തിൽ ആവർത്തിക്കുന്ന പ്രശ്നങ്ങൾ മാറ്റാത്ത മാനസിക പാറ്റേണുകൾ കൊണ്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ വിഷയത്തെയാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: പാറ്റേൺ ഷിഫ്റ്റ് ത്രൂ കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ഓവർ 108 days can transform life. ജീവശക്തി ശാസ്ത്രത്തിലേക്കുള്ള ഒരു ആമുഖം എന്നുള്ള അധ്യായത്തില് സിദ്ധിയെ പരിവർത്തനമാക്കുന്ന വിധം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പാറ്റേൺ മാറ്റ ശീലനം എന്താണ്? ഏതെല്ലാമാണ് മനസ്സിലെ 6 പ്രധാന പാറ്റേണുകൾ? എങ്ങനെയാണ് പാറ്റേൺ നാം മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് ശീലന സ്ഥിരതയും സ്ഥിര മേൽനോട്ടവും സാധ്യമാകുക? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ചോദ്യം ഇതായിരുന്നു: ജീവിതത്തിൽ ഈ ആവർത്തിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ നമുക്കെല്ലാവർക്കും. അത് നമ്മുടെ മെന്റൽ പാറ്റേണുകൾ കൊണ്ടാണ്, നമ്മൾ ചേഞ്ച് ചെയ്യാത്ത മെന്റൽ പാറ്റേണുകൾ കൊണ്ടാണ് എന്നുള്ളത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഇതിനെക്കുറിച്ച്, അതായത് സിദ്ധിയെക്കുറിച്ച്, എക്സ്പെർട്ടൈസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്. സിദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റി വെളിപ്പെടുന്ന ഒരവസ്ഥയാണ് സിദ്ധി എന്ന് പറയുന്നത്, വൈദഗ്ധ്യം എന്ന് പറയുന്നത്. അപ്പോ ഈ വൈദഗ്ധ്യം എന്നുള്ള ഒരവസ്ഥ നേടുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ വൈദഗ്ധ്യം നേടാതെ, ഈ വൈദഗ്ധ്യം നേടുന്നത് എന്തിനാണ്? നല്ല ചില കാര്യങ്ങൾ ചെയ്യാനാണല്ലേ. നല്ലതല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള വൈദഗ്ധ്യം നമ്മൾ നേടുന്നുണ്ട്. വളരെ പെട്ടെന്ന് അതിൽ നിൽക്കാനാണ് കഴിയുക. ഇപ്പോ ഒരു യന്ത്രം ഉണ്ടെന്നിരിക്കട്ടെ, ആ യന്ത്രം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ എല്ലാ കാര്യങ്ങളും അതിന് ക്രമീകരിച്ച് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നതാണ്. അതൊരു കോംപ്ലക്സ് സിസ്റ്റമാണ്. എന്നുവെച്ചാൽ ബഹുക്രമ അവസ്ഥയാണ്. പല ക്രമങ്ങളും ഒരുമിച്ച് ഒരിടത്ത് ഒത്തുചേരുമ്പോൾ മാത്രം വെളിപ്പെടുന്ന ഒരവസ്ഥയാണ് ആ യന്ത്രത്തിന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാൽ പെർഫോമൻസിൽ കുറവ് വരും. അങ്ങനെ കുറവ് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് മിക്കവാറും സമയത്ത് ആ യന്ത്രം തുടർച്ചയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുക, അല്ലെ? ആ കാര്യത്തിൽ വൈദഗ്ധ്യം നേടിയാലോ? ഈ വൈദഗ്ധ്യം എന്നുള്ള ശേഷി തന്നെ ഈ നല്ലതല്ലാതിരിക്കുന്ന കാര്യത്തിൽ വൈദഗ്ധ്യം നേടിയാലോ? അതിനുള്ള സാധ്യതയാണ് ജീവിതത്തിൽ കൂടുതലുള്ളത്. നല്ലതല്ലാത്ത കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടുന്ന ഒരവസ്ഥ. അപ്പോ വൈദഗ്ധ്യം എന്നുള്ളൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയത്ത്, സിദ്ധി വന്നു ചേരുന്ന സമയത്ത്, അവിടെ നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ജീവിതത്തിൽ ഈ വൈദഗ്ധ്യം എന്നുള്ളത് ഉപയോഗിക്കാനുള്ള ശേഷി ആർജിച്ചു കഴിയുമ്പോൾ, നമ്മൾ സാധനങ്ങളിലൂടെ ശേഷി ആർജിച്ചു കഴിയുമ്പോൾ അത് അനുചിതമായ കാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുക എന്നുള്ള അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് നമുക്ക് പാറ്റേണുകളെ മാറ്റേണ്ടത്. ഈ പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോ ഒരു വഴി നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തുകൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കാൽപ്പാടുകൾ അവിടെ വരുന്നു, അല്ലെ? അതൊരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ആവർത്തിച്ച് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടെങ്കിൽ ആ പാറ്റേണിനനുസരിച്ച് തന്നെ അത് ആവർത്തിച്ച് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രമങ്ങളുടെ ഒരു ഡിസൈനാണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്. ക്രമം എന്ന് പറയുന്നത് എന്താണ്? ആവർത്തിച്ച് സംഭവിക്കുന്നത്. ആവർത്തിച്ച് സംഭവിക്കുന്നവയുടെ ഒരു വിന്യാസത്തെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മുടെ ശീലങ്ങളെല്ലാം തന്നെ പാറ്റേണുകളാണ്. ദിവസവും രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്നു, പാറ്റേൺ ആണ്. ദിവസവും രാവിലെ പലഹാരം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, വൈകിട്ട് മസാല ദോശ തിന്നുന്നു, രാത്രി കഞ്ഞി കുടിക്കുന്നു എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്. അരിഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്. ടോയ്ലറ്റിൽ പോകുമ്പോൾ ബീഡി വലിക്കണം എന്നുള്ളത് ഒരു പാറ്റേൺ ആണ്. നമ്മൾ ഈ ന്യൂ ഇയറിന് യാത്ര പോവുക, കുപ്പി പൊട്ടിക്കുക എന്ന് പറയുന്നത് അതും ഒരു പാറ്റേൺ ആണ്.
നമ്മളിവിടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന കാര്യങ്ങളിൽ മിക്കവാറും കാര്യങ്ങളൊരു പാറ്റേൺ ഉണ്ട്. വിവാഹം കഴിക്കുക എന്നുള്ളത്, ഞാൻ ദാമ്പത്യത്തെ കുറിച്ചല്ല പറയുന്നത്, വിവാഹം കഴിക്കുക, ഇന്നത്തെ വിവാഹ ചടങ്ങുണ്ടല്ലോ, ചടങ്ങ് ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ ഈ പാറ്റേണൈസ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. കുഞ്ഞിനെ സ്കൂളിൽ വിടുക എന്നുള്ളൊരു പാറ്റേൺ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പാറ്റേൺ ആയിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആവർത്തിക്കുന്ന ചിന്ത, ആവർത്തിക്കുന്ന പ്രവർത്തനം, ഈ ആവർത്തിക്കുന്ന ചിന്തകളുടെയും പ്രവർത്തനങ്ങളെയുമാണ് നമ്മൾ പാറ്റേണുകൾ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്വസിക്കുന്നത് ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള പാറ്റേൺ ആയിട്ടുള്ള സ്വാഭാവികമല്ലാത്ത പാറ്റേൺ. ഉദാഹരണത്തിന്, ശ്വാസം ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ലങ്സ് വികസിക്കും, അല്ലെ? ലങ്സിലേക്കാണുള്ള വായു പോകുന്നത്, ലങ്സ് വികസിക്കും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഡയഫ്രം താഴത്തേക്ക് പോകും, അത് കുടലിനെ തള്ളും. ഈ കുടലിലെ പ്രഷർ കൊണ്ട് വയറ് വെളിയിലേക്ക് വരും. ഇങ്ങനെയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. കൃത്രിമ ഭക്ഷണം 28-ാം ദിവസം മുതൽ കഴിച്ചു തുടങ്ങുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കൃത്രിമ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളിൽ തടസ്സം വരികയും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരികയും ആ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയെ മറികടന്നുകൊണ്ട് ശ്വാസം എടുക്കാൻ മസിലുകൾ ബലം പിടിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ശ്വാസം എടുക്കുന്ന സമയത്ത് വയറുള്ളിലേക്ക് പോകുന്ന ഒരു ശീലം ആ വിധത്തിൽ ഉണ്ടായി വരും. ആ വിധത്തിലാണ് ഈ കുക്ക് ഫുഡ് കഴിച്ച് വളർന്ന മിക്കവാറും പേര്, 95% പേരും അങ്ങനെ തന്നെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറുള്ളിലേക്ക്. അങ്ങനെയല്ല സംഭവിക്കേണ്ടത്. ശാസ്ത്രീയമായി അതിന്റെ മർദ്ദത്തെക്കുറിച്ച്, വായുവിന്റെ മർദ്ദം അല്ലെങ്കിൽ ഈ ദ്രവീകൃത സംവിധാനങ്ങളുടെയൊക്കെ മർദ്ദത്തെ വെച്ച് നോക്കുമ്പോൾ വയറ് വെളിയിലേക്കാണ് പോകേണ്ടത്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഫിസിയോളജി അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശീലം നേരെ തിരിച്ചാണ്. ഇതൊരു പാറ്റേൺ. ശ്വാസത്തിന്റെ കാര്യത്തിൽ വരെ പാറ്റേൺ തെറ്റിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സാധനങ്ങളിലൂടെ എക്സ്പെർട്ടൈസ് ചെയ്തിട്ട് നമ്മൾ ജീവിതത്തിന്റെ ശേഷിയെ ശരിയായ വിധം ഉപയോഗിക്കാൻ പഠിക്കുന്ന സമയത്ത് ഈ പാറ്റേണിനെ മാറ്റി ശീലിക്കണം. പാറ്റേണിൽ തന്നെ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തെറ്റുകളെല്ലാം നല്ലപോലെ ആവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഏത് കാര്യവും ചെയ്യുമ്പോൾ ഭംഗിയായി ചെയ്യുക, ആഴത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരാൾക്ക് കിട്ടുന്ന സിദ്ധി. അയാൾ കള്ളുപിടിക്കാൻ തുടങ്ങുന്ന അവസ്ഥ എന്താ? ഭംഗിയായി ചെയ്യും. അപ്പോ നമ്മൾ ഇതിനെ ശുഭകരമായ ഒരു ദിശയിലേക്ക് തിരിക്കണം. അപ്പൊ ആവർത്തിക്കുന്ന നമ്മുടെ ചിന്തകൾ, ആവർത്തിക്കുന്ന പ്രവർത്തന രീതികളെ ശുഭകരമായ ദിശയിലേക്ക് വഴിമാറ്റണം. അപ്പോ നമ്മുടെ എക്സ്പെർട്ടൈസ് നേടിയ കാര്യത്തെ പരിവർത്തനത്തിന്റെ വഴിയിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പാറ്റേൺ മാറ്റശീലനം അല്ലെങ്കിൽ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് ബോധപൂർവമായിട്ട് പഴയ പാറ്റേണുകൾ മാറ്റി പുതിയ പാറ്റേണുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പാറ്റേൺ ഉണ്ടായി വരുന്നതിന് എത്ര കാലം എടുത്തിട്ടുണ്ടോ നമുക്കറിയാം, അല്ലെ? നമ്മൾ ചോറുണ്ണാൻ പഠിച്ചത് എത്ര കാലങ്ങൾ കൊണ്ടാണ്. അത് മാറ്റണമെങ്കിലോ ഇത്രയും കാലത്തിനും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് പാറ്റേൺ ഷിഫ്റ്റിന്റെ ഒരു ചാലഞ്ച്. നമ്മൾ പാറ്റേണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെല്ലാം തന്നെ വളരെയധികം കാലങ്ങൾ എടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഒരു പ്രധാന പാറ്റേൺ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള പാറ്റേൺ ആണ്. ആ സ്വാഭാവികമായ പാറ്റേൺ നമ്മുടെ അടുത്തേക്ക് വരുന്ന നമ്മൾ അതിനെ അറിയുന്ന സമയത്ത് ആ സ്വാഭാവിക പാറ്റേണിനെ തലകീഴായിട്ട് മനസ്സിലാക്കിയാൽ പോയോ. നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് അന്തർജ്ഞാനം, വെളിപാട് എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പൊ എനിക്ക് ശോധന ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ മൂത്രശങ്ക ഉണ്ടാവുന്നത് എന്റെ ഉള്ളിൽ നിന്നും ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നത് കൊണ്ടാണ്. ഇത് യഥാർത്ഥത്തിൽ എന്റെ ഉള്ളിലുള്ള ഇൻറ്റ്യൂഷന്റെ തുടർച്ചയാണ്, എന്റെ അന്തർജ്ഞാനത്തിന്റെ തുടർച്ചയാണ്. അതായത് വിസർജന സമയത്ത് വിസർജിക്കാനുള്ള ശാരീരികമായ അവസ്ഥയിലേക്ക്, ആ സ്ഥലത്തേക്ക് ഒക്കെ പോകണം എന്നുള്ളത് എന്റെ അന്തർജ്ഞാനമാണ്. ആ അന്തർജ്ഞാനം പ്രവർത്തിക്കുന്ന സമയത്താണ് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, അവിടെ ഒരു വിസർജനം നടത്താൻ കഴിയും, അതിനുശേഷം ശുചീകരണം കഴിഞ്ഞ് വെളിയിലേക്ക് വരാൻ കഴിയും. ഈ ഒരു പ്രോസസ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിലോ, ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് പോകണം തോന്നിയില്ലെങ്കിലോ, പോകണ്ടാത്ത സമയത്ത് പോകണം തോന്നിയാലോ, ഇൻറ്റ്യൂഷനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഉണ്ടായിട്ട് കൃത്രിമ ഭക്ഷണം കഴിച്ച് കൃത്രിമ ചിന്തകളിലൂടെ പോയി കൃത്രിമ ശീലങ്ങളിലൂടെ പോയി കഴിഞ്ഞപ്പോ ഈ ആധുനിക സംസ്കാരം അല്ലെങ്കിൽ കൺസ്യൂമറിസം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണത്. ഇൻറ്റ്യൂഷൻ കൃത്യമാണ്, പക്ഷെ ഇൻറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് വളരെ വിചിത്രമായിട്ടാണ് നമ്മൾ. അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഇൻറ്റ്യൂഷൻ എന്നുള്ളതിന്റെ പാറ്റേൺ, ഇൻറ്റ്യൂഷനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പോ ഇത് ഒരു പാറ്റേൺ.
രണ്ടാമത് നമ്മുടെ ശീലങ്ങൾ. ശീലങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ അവബോധം എന്ന് പറയുന്ന ആ ഒന്നിന് ശിക്ഷണം കൊണ്ട് പല രൂപത്തിലാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ സംസാരിച്ചോ, വൈദഗ്ധ്യം നേടുന്ന ഒരു ഏരിയ ഇതാണ്. ശിക്ഷണം കൊണ്ട് നമുക്ക് അതിനെ നേടിയെടുക്കാൻ കഴിയും. അപ്പൊ ഈ ശിക്ഷണം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ഒരു ശാരീരിക ശേഷിയുണ്ട്. ആ ശേഷിക്ക് അനുസരിച്ചുള്ള ഒരു വഴക്കമുണ്ട്. ആ വഴക്കത്തിനനുസരിച്ച് ആവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് നമ്മുടെ വൈദഗ്ധ്യമായി തീരും. അതിനെയാണ് നമ്മൾ ശീലങ്ങൾ എന്ന് പറയാം, സാധാരണ രീതിയിലുള്ള ശീലങ്ങൾ എന്ന് പറയാം. പക്ഷെ ഇത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ശീലമാണ്. അപ്പോ ഇതൊരു പാറ്റേൺ, നമ്മുടെ ശീലം എന്നുള്ളതൊരു പാറ്റേൺ ആണ്. പിന്നെയുള്ളതാണ് നമ്മൾ കഴിഞ്ഞുപോയ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളുണ്ട്. ഈ അനുഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് അനുഭവിക്കേണ്ട കാര്യമില്ല. അനുഭവിച്ചപ്പോഴുണ്ടായ പാട് നമ്മുടെ ശരീരത്തിലുണ്ടാവും. അനുഭവിച്ചപ്പോൾ എന്ത് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയോ അത് അതിന്റെ സ്മൃതിയായിട്ട് അവിടെ ഉണ്ടാവും. ഈ സ്മൃതികളുടെ കൂട്ടത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുക. ആ വിശ്വാസത്തിന് കുറച്ച് വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളതിന് അറിവ്, ജ്ഞാനം എന്നൊക്കെ വിളിക്കും. ഈ ജ്ഞാനം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. വിശ്വാസം എന്നുള്ള സ്മൃതിയാണ്. ജ്ഞാനം എന്ന് പറയുന്നത് സ്മൃതിയാണ്, ഓർമ്മയാണ്. നമുക്കറിയാലോ, ഞാൻ വിശ്വസിക്കുന്നതല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്, ഞാൻ അറിഞ്ഞതല്ല നിങ്ങൾ അറിഞ്ഞത്. ഈ അറിവുകളെല്ലാം തന്നെ പാറ്റേണുകൾ. ഇപ്പോ ഒരിടത്ത് പ്രേതാദികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഒരു പ്രദേശത്ത് ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ഭൂതത്തെ പറ്റിയും പ്രേതത്തെ കുറിച്ചുമുള്ള അറിവുകൾ അയാളെ തേടി വരും. ചെരുപ്പ് കുത്തി ചെല്ലുന്നിടത്ത് ചെരുപ്പിന്റെ വിശേഷങ്ങളാണ് വരിക. കാരണം ഇത് ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ ഓരോ തരം പാറ്റേണുകളാണ്. ആ പാറ്റേണുകൾ പിന്നെ പുതിയ അത്തരത്തിലുള്ള പാറ്റേണുകളെ സ്വീകരിക്കും. അപ്പോ വിശ്വാസങ്ങൾ ഒരു പാറ്റേണാണ്. നമ്മുടെ ചിന്ത, നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥയില്ലേ, ഇതൊരു പാറ്റേണാണ്. ആ ചിന്തയുടെ തലത്തിൽ തന്നെ നമ്മൾ ഭാവന ചെയ്യുന്നത്, പ്രത്യാശ ചെയ്യുന്നത്, അത് ഒരു പാറ്റേണാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചിന്തയ്ക്കനുസരിച്ചാണല്ലോ നമ്മുടെ പെരുമാറ്റം വരിക. ഈ പെരുമാറുന്ന രീതി പാറ്റേണാണ്. നമ്മൾ പെരുമാറുന്നതിനനുസരിച്ച് പ്രകൃതിയിൽ നിന്നും നമ്മിലേക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. പ്രകൃതിയിൽ നിന്ന് നമുക്കുള്ള പ്രതികരണങ്ങൾക്കൊപ്പം തന്നെ അതിനോട് തിരിച്ചുള്ള നമ്മുടെ പ്രതികരണം, റെസ്പോൺസസ് ഉണ്ടാവും. ഈ പ്രതികരണ ദ്വയങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടുമുള്ള ഇതും ഒരു പാറ്റേൺ ആണ്. അത് ചിലർക്കുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മരിച്ചുപോയി കണ്ണൻ ഏത് വാതിലിന്റെ ഇടയിൽ കൂടെ പോയാലും, ഏത് വേലിയുടെ ഇടയിൽ കൂടെ പോയാലും, ഏത് ഗേറ്റിന്റെ പോയാലും അവിടുത്തെ കുറ്റി അല്ലെങ്കിൽ കൊണ്ടി അല്ലെങ്കിൽ എന്താ പറയുക ഓടാമ്പല് പുള്ളിയുടെ മേലെ കൊളുത്തിയിരിക്കും എവിടെ പോയാലും. പത്രത്തിൽ കുറെ നാൾ മുമ്പ് വായിച്ചത് അത്രയുണ്ട്, ഒരാളുടെ ജീവിതത്തിൽ 16 or 18 തവണ പാമ്പ് കടിച്ചു. ഇതൊക്കെ ഓരോ പാറ്റേണുകൾ. ഇതൊക്കെ ഈ പറയുന്ന റെസ്പോൺസീവ് ആയിട്ടുള്ള പാറ്റേണുകളാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ പാറ്റേണുകളെല്ലാം തന്നെ മനസ്സിന്റെ വിവിധ തലങ്ങളാണ്. മനസ്സ് ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്ന മനസ്സിന്റെ 6 തലങ്ങൾ, അതായത് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ്, പരിമനസ്സ് എന്ന് പറയുന്ന ആ 4 തലങ്ങൾ, പിന്നെ പ്രകട മനസ്സ്, പ്രതിമനസ്സ് എന്ന് പറയുന്ന 2 തലങ്ങളിലും ഉള്ള ഈ ഓരോ ഘട്ടങ്ങളിലും, അതായത് അവബോധം, ശിക്ഷിതാവബോധം, അല്ലെങ്കിൽ ശീലങ്ങളുടെ അന്തർജ്ഞാനത്തിന്റെ വഴി, ശീലത്തിന്റെ വഴി, വിശ്വാസങ്ങളുടെ വഴി, ചിന്തകളുടെ വഴി, പെരുമാറ്റത്തിന്റെ വഴി, പ്രതികരണങ്ങളുടെ വഴി, ഈ വഴികളിലെല്ലാം തന്നെ പാറ്റേണുകളാണ്. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഓരോ തരം പാറ്റേണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉചിതമായ പാറ്റേൺ, നേരത്തെ പറഞ്ഞ ഉചിതമായ പാറ്റേൺ അല്ല, അനുചിതമായ പാറ്റേണുകൾ ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നത്. നമ്മുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ചിന്തിക്കുക, അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക, അതിനനുസരിച്ചാണ് നമുക്ക് പ്രതികരണങ്ങൾ ഉണ്ടാവുക, അല്ലെ? ഇനി വിശ്വാസങ്ങൾ മാറിയാലും ശരി, വിശ്വാസം നമുക്ക് മനസ്സിലായി പഞ്ചസാര കഴിക്കുന്നത് തെറ്റാണ്, നമുക്ക് മനസ്സിലായി, ചായ കൂടെ നിർത്തൂല, കാരണം ശീലമാണ്. അപ്പോ നമ്മൾക്ക് ഏതെങ്കിലും ഒരു കാര്യം മാറിയിട്ട് കാര്യമില്ല, ഇത് മൊത്തത്തിൽ മാറുക തന്നെ വേണം. ഇത് മൊത്തത്തിൽ മാറി ഇതെല്ലാം കൂടെ പിടിച്ച് തിരിക്കണം. ഏതെങ്കിലും ഒന്നിനെ പിടിച്ച് തിരിച്ചാൽ തിരിയില്ല, മൊത്തത്തിൽ തിരിക്കേണ്ടി വരും. മൊത്തത്തിൽ തിരിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ഈ ഒന്നിനെ മാത്രം മാറ്റുന്നതിനെ പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയാം. പക്ഷെ മൊത്തത്തിൽ തിരിക്കുന്ന ഒരു അവസ്ഥ വേണമെങ്കിൽ അതിന് നമ്മളൊരു നിർബന്ധിത രീതി നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിനെ പ്രോട്ടോകോൾ എന്ന് നമ്മളിവിടെ വിളിക്കുന്നത്. അപ്പോൾ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോളിലൂടെയാണ് നമ്മൾ ഈ കാര്യത്തെ നടപ്പിലാക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ചില ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒന്ന്,
നമ്മുടെ ബോധമുണ്ടല്ലോ, നമ്മുടെ ചിന്താപദ്ധതി, നമ്മുടെ ശ്രദ്ധ, നമ്മൾ ചിന്തിക്കുന്നത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നതാണ് ബോധം എന്ന് നമ്മൾ വിളിക്കുന്നത്, വ്യക്തിയുടെ ബോധം എന്ന് പറയുന്നത്. അത് അന്തർജ്ഞാനത്തോടെ ഏകീകരിക്കുക. അതായത് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് വെളിപ്പെടുന്ന സമയത്ത് ആ ഇൻറ്റ്യൂഷനെ നേരാമണ്ണം ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കുക. ബോധത്തെ അന്തർജ്ഞാനത്തോട് ഏകീകരിക്കുക. അവിടെ നമ്മൾ അറ്റന്റീവ് ആവുക എന്നുള്ളത്, നമ്മുടെ ഇൻറ്റ്യൂഷൻസിനോട് അറ്റന്റീവ് ആവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ശീലങ്ങൾ മാറ്റാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ശീലങ്ങൾക്ക് പകരം അതിന് റിലേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ശീലങ്ങളിലേക്ക് മാറുക. ചായ കുടിക്കുന്ന ഒരാൾ ചായ കുടി നിർത്തണമെങ്കിൽ അയാൾ ജാപ്പിയിലേക്ക് മാറുക. ചായ കുടിയാണ് നിർത്തണം, പക്ഷെ ഇതൊക്കെ കുടിക്കുക എന്നുള്ള ശീലത്തെ നമ്മൾ മാറ്റിയിട്ട് കാര്യമില്ല. ചായയാണ് മാറ്റേണ്ടത്. ചായ മാറ്റി ജാപ്പി കുടിക്കുന്നു. ഇനി കുടിക്കുക എന്നുള്ളത് നിർത്താൻ വേറെ പരിപാടി ചെയ്യേണ്ടി വരും. പക്ഷെ പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യാൻ ഇതാണ് മാർഗം. നോൺ ടു അൺനോൺ, അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. പുതിയ ശീലങ്ങൾ അഭ്യസിക്കുക. പഴയ ശീലങ്ങൾ അപ്പം പതുക്കെ പരിവർത്തിക്കും. ഡ്രോപ്പ് ആവുന്നില്ല, പരിവർത്തിക്കും. പിന്നെ നമ്മുടെ വിശ്വാസങ്ങളിലും ജ്ഞാനത്തിലും മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത് പഠനമാണ്. സ്വാധ്യായം നമ്മൾ പറയുന്നുണ്ട്, പഠനം. രണ്ടാമത് പഠനം കൊണ്ടെന്ന് വെച്ചാൽ യുക്തിയുടെ പെരിഫറൽ ആയിട്ടുള്ള ഒരു ഭാഗത്ത് മാത്രമേ അനക്കുണ്ടാവുള്ളൂ. വിശ്വാസത്തിന്റെ ഉപബോധത്തിന്റെ ഒരു തലത്തിൽ ഇത് ചെന്ന് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ഥിരീകരണങ്ങൾ നടത്തണം. പഠിച്ച കാര്യങ്ങളെ ആവർത്തിച്ച് പറഞ്ഞ് അത് ശരിയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണം. അതാണ് സ്ഥിരീകരണങ്ങൾ, അഫർമേഷൻസ് എന്നുള്ളത്. ഈ അഫേം ചെയ്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ മാറ്റിയെടുക്കാം. അപ്പോ ഈ പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ചിന്തകളുണ്ടല്ലോ, ഈ പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആശയങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, ആ ചിന്തയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ട്. അതിങ്ങനെയായിരിക്കും, അതങ്ങനെയായിരിക്കും എന്നുള്ളത്. ചിന്തയുടെ പാറ്റേൺ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വേറൊരു രീതിയാണ് ആ ചിന്തയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക, ചിന്തയെ ചോദ്യം ചെയ്യുക. ചിന്തയെ ചോദ്യം ചെയ്ത ചിന്ത ഒന്ന് തലക്കടി കിട്ടിയ പോലെ ഒന്ന് ഞെട്ടി കൊണ്ടുവരും. അപ്പൊ ചിന്ത പുതിയൊരു പാറ്റേണിലേക്ക് തിരിയാൻ ശ്രമിക്കേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ പാറ്റേണിലേക്ക് പോകേണ്ടി വരും. അതിനാണ് എഫോർമേഷൻ എന്ന് പറയുന്നത്, ഉറപ്പിക്കൽ എന്ന് പറയുന്നത്. ഫോം ചെയ്യുക, നമ്മുടെ ചിന്തയെ ഫോം ചെയ്യുക, പുതിയൊരു തരം ചിന്തയെ ഫോം ചെയ്യുക. നമ്മുടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുക. ഈ വിധത്തിലാകുന്ന സമയത്ത് നമ്മുടെ പെരുമാറ്റത്തിന് ചെറിയ അനക്കങ്ങൾ വരാൻ തുടങ്ങും. ഇങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല വേണ്ടതെന്ന് ചിന്ത നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ മാറ്റത്തിന് തയ്യാറാകുന്ന സമയത്ത് പെരുമാറ്റത്തിന് ചില ചട്ടങ്ങളും കൂടെ ഉണ്ടെങ്കിലും, ഉദാഹരണത്തിന് നമ്മളിപ്പോ ഞാൻ മറ്റുള്ളവരോട് അഭിമുഖമാകുമ്പോഴെല്ലാം തന്നെ എൻ്റെ ഉള്ളിൽ കലുഷിതമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു മനസ്സിലാക്കി പെരുമാറ്റത്തിന്റെ അടുത്ത ഘട്ടമായിട്ട് തരുന്ന ഒരു നിർദ്ദേശം തരികയാണ് ഞാൻ, നിങ്ങൾ ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കണം. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കി ഞാൻ മറ്റുള്ളവരോട് അഭിമുഖമാകുന്നില്ല, അല്ലെങ്കിൽ അഭിമതനായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെ കണ്ടാലും പുഞ്ചിരിക്കുക എന്നുള്ളതാണ്, അവരോട് മനസ്സുകൊണ്ട് നന്മ തരിക എന്നുള്ളതാണ്. ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ പറഞ്ഞ ആ ചിന്തയുടെ പാറ്റേണിനെ ശരിയായ പെരുമാറ്റമായിട്ട് പരിവർത്തിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ റെസ്പോൺസസ്. പ്രകൃതിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളോട് നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുക. നമ്മളിൽ നിന്നുള്ള നമ്മൾ എങ്ങനെ നിൽക്കുന്നു അതനുസരിച്ച് പ്രകൃതി റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഈ വിധത്തിലെല്ലാം തന്നെ ഉള്ള ഒരു പാറ്റേൺ ഷിഫ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് ഒറ്റയടിക്ക് സാധ്യമാവില്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് മാറ്റം വേണം എന്നുള്ള തോന്നൽ വേണം. മനസ്സിനെ മാറ്റം വേണം തോന്നുമ്പോൾ ഉപബോധം പറയും മാറണ്ട. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഈ PSP എന്നുള്ളത്. PSP എന്നുള്ളത് പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ. അത് ചെയ്യുന്നത് ഒന്നാമത് കൺസിസ്റ്റൻസി വേണം. ഇത് നമ്മൾ ഏതാണ്ട് 108 ദിവസം പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം 21 ദിവസം ന്യൂറൽ പാത്വേ ആദ്യം ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി 21 ദിവസം. പിന്നെ ആ 21 ദിവസത്തിന്റെ റിപ്പീറ്റേഷൻസ് ആണ് പിന്നെ വരുന്നത്. ആ 21 ദിവസം കൊണ്ട് ആദ്യം ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാന്ന് 14 ദിവസം കൊണ്ട് പഠിക്കുന്നു. എന്നിട്ട് ഈ പ്രാക്ടീസ് സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഓരോ പുതിയ വിഷയങ്ങളെയും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കലിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആ നീട്ടിവെക്കൽ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നീട്ടിവെക്കലിനെ മാറ്റാൻ നമ്മൾ എങ്ങനെയാണ് പാറ്റേൺ ഷിഫ്റ്റിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് 7 ദിവസം കൊണ്ട് പഠിക്കുന്നത്. അതിനുശേഷം വൈകാരിക ബുദ്ധി, ആരോഗ്യം തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ 108 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാണ്. ദിവസവും ഞങ്ങൾ നിർദ്ദേശങ്ങൾ തരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കും. ഈ 2 കാര്യങ്ങൾ ചെയ്യും. അത് നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നു, നിങ്ങൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആണ് നമ്മുടെ വഴിക്ക് ചെയ്യാവുന്നത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് അഭ്യസിക്കുക. ഒരു മാറ്റം വരാതെ രാവിലെയും വൈകിട്ടും ഓരോ സമയം കണ്ടെത്തിയിട്ട് ആ സമയത്ത് തന്നെ പ്രവർത്തിക്കുക.
വീട്ടിലിരുന്ന് ചെയ്താൽ മതി. ആ സ്ഥിരതയുള്ള അഭ്യാസമാണ് ഈ മാറ്റത്തിലേക്ക് എത്തിക്കുക. അല്ലാണ്ട് സ്ഥിരമായിട്ട് ചെയ്യാതിരുന്ന ഇടയ്ക്ക് ഒരു ദിവസം ചെയ്ത് പിന്നെ ഒരിക്കൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാവില്ല. സ്ഥിരമായിട്ട് ചെയ്യണം. 108 ദിവസം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാന പാറ്റേണുകളെല്ലാം മാറിയിട്ടുണ്ടാവും. എന്നിട്ട് മാറ്റാൻ പറ്റുന്നില്ല, അത് നമ്മൾ പറയുന്ന റിസ്ക് സ്പെക്ട്രത്തിന്റെ വെളിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. സാധാരണക്കാരന് 108 ദിവസം കൊണ്ട് മാറിയിരിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലാണ് നമ്മൾ തരുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ ആ ഇൻസ്ട്രക്ഷനെ അത് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ്, ആ ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്വയം വിലയിരുത്തലിനെ എക്സിസ്റ്റ് ചെയ്യിക്കുക, പെർസിസ്റ്റ് ചെയ്യിക്കുക. അതുപോലെ തന്നെ നമ്മൾ തന്നെ നിരൂപിക്കില്ല, അതിനെ പെർസിസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ മറ്റേ വൈദഗ്ധ്യത്തെ ഒരു അല്ലെങ്കിൽ ഈ സിദ്ധിയെ പരിവർത്തിപ്പിക്കുന്ന രീതി. നമുക്ക് സിദ്ധി ഉണ്ടായി, ആ സിദ്ധിയെ നമ്മൾ ജീവിതത്തിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് തിരിച്ചുവിടുക. ആ തിരിച്ചുവിടുന്നതിനെയാണ് നമ്മൾ ഈ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോ മനസ്സിലാക്കുക, ജീവിതം എന്ന് പറയുന്നത് കുറെ പാറ്റേണുകളുടെ ഒരു പ്രകടനമാണ്. ഈ പാറ്റേൺ മാറ്റം എന്ന് വെച്ചാൽ ജീവിത പരിവർത്തനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് സ്ഥിരതയോടുകൂടി ബോധത്തോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പാറ്റേൺ മാറ്റത്തിൽ ശ്രദ്ധിക്കുകയാണെന്നെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായ, നമ്മുടെ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടായ സിദ്ധികളെ എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മളൊരു ന്യൂ സെൽഫിലേക്ക് പോകാൻ കഴിയും. ആ ന്യൂ സെൽഫിലേക്കുള്ള യാത്രയാണല്ലോ ആത്മയാനം. ആ ആത്മയാനത്തിന് നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്നത് നിങ്ങളെ കുഴക്കുന്ന പല കാര്യങ്ങളും സഹായിക്കും. മറ്റുള്ളത് സാധനങ്ങളാണ്, ഇത് വെറും സാധനയല്ല. നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതാണ്, വർക്കൗട്ടാണ്, ഹോം വർക്കൗട്ടാണ്, ബ്രെയിൻ വർക്കൗട്ടാണ്. ആ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിൽ മാറ്റം ഉണ്ടാവും. ഈ മാറ്റത്തിന് വേണ്ടിയുള്ള മെനക്കേട് അല്ലെങ്കിൽ ഈ പരിശ്രമം നടത്താതെ നിങ്ങൾക്ക് ജീവിത പരിവർത്തനം ഉണ്ടാവില്ല. അത് ഞാനീ പറയുന്നത് തന്നെ ചെയ്യണമെന്നല്ല, ഈ വിധത്തിലുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിങ്ങളെ ട്രാക്ക് തെറ്റിക്കാതെ ട്രാക്കിലൂടെ തന്നെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സജ്ജീകരണമാണ് ആത്മയാനത്തിൽ PSPയിലൂടെ നമ്മൾ നടത്തുന്നത്. ഇനി ഈ നമ്മുടെ ഈ സിദ്ധിയിലൂടെ നമ്മൾ എങ്ങനെയാണ് പരിവർത്തനം ഉണ്ടാവുന്നതിന്റെ പ്രായോഗികതയിലേക്ക് നമ്മൾ പിന്നീട് പോവാം. ഇതിന്റെ ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ തുടർച്ച നമുക്ക് നാളെ വീണ്ടും സംസാരിക്കും. അതുവരേക്കും നിങ്ങളുടെ പാറ്റേണുകൾ എന്താണെന്നൊന്ന് പരിശോധിക്കുക, എന്തൊക്കെയാണ് മാറ്റപ്പെടേണ്ടത് എന്നുള്ളത് പരിശോധിക്കുക. ആ അറിവായിട്ട് നാളെ വീണ്ടും കൂടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.